ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം ഞാൻ വേറൊരു മാറ്റർ പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ക്യാപ്ഷൻ കണ്ടതുപോലെ, അയ്യോ ഡോക്ടർ പ്ലീസ്, പ്ലീസിന് പിന്നിലുള്ള സ്റ്റോറി എന്തായിരിക്കും? ഒത്തിരി നല്ല ഡോക്ടേഴ്സ് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരെപ്പോഴും നഴ്സസുമായിട്ട് നല്ല എന്താ പറയുക, നല്ലൊരു ബോണ്ട് എസ്പെഷ്യലി പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഇന്നത്തെ ഭൂരിഭാഗം ഡോക്ടേഴ്സും തന്നെ നല്ല പ്രൊഫഷണലായിട്ട് നഴ്സസുമായിട്ട് ബോണ്ടിങ്ങും അതുപോലെ പേഷ്യൻസിൻ്റെ കെയറിങ്ങിൽ ഒരു ടീം വർക്കായിട്ട് മുന്നോട്ട് പോയി സക്സസ്ഫുള്ളായി പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന എല്ലാവരും തന്നെ, മിക്കവാറും എല്ലാവരും തന്നെ അങ്ങനെയാണ്. എന്നാലും ചെറിയൊരു വിഭാഗത്തിന് ഇച്ചിരി ഷൗട്ടിങ് കൂടുതലില്ലേ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ ഒ ടിയിലൊക്കെ ഒരു ഒരു ഇൻസ്ട്രുമെൻ്റ് എടുത്തു കൊടുക്കാൻ ഇത്തിരി വൈകിയാൽ ഉടനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, വേഗം കൊണ്ടുപോവാ, നിങ്ങൾക്കറിയത്തില്ല എനിക്കിത് ചെയ്യണം, പല നമ്മൾ മനുഷ്യരല്ലേ. അപ്പം ഒരു ഡിലേ വന്നാൽ അവരോട് ക്ഷമിക്കുക. അവർ നോക്കി വരുമ്പോൾ ചിലപ്പം ഇത്തിരി സമയം അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ കൊണ്ട് ഒരു സെക്കൻഡൊക്കെ വെയിറ്റ് ചെയ്ത് അവർ സമയം കളഞ്ഞാൽ നിങ്ങൾ അവരോട് ക്ഷമിക്കുക. അവർ മനുഷ്യരല്ലേ. അപ്പോൾ അവരൊന്ന് സ്നേഹത്തോടെ പറഞ്ഞു വയ്ക്കുക. പിന്നെ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാവരും പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി നിങ്ങളുടെ മുന്നിൽ തരും. അപ്പം നിങ്ങളിങ്ങനെ ഷൗട്ട് ചെയ്യുന്ന എസ്പെഷ്യലി ഡോക്ടേഴ്സ് ഇങ്ങനെ എപ്പോഴും ഷൗട്ട് ചെയ്യുന്ന ഒരു അപ്രോച്ച് ആണെങ്കിൽ നഴ്സസിന് തന്നെ പേടിയായിരിക്കും നിങ്ങളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ അവർ പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാം തെറ്റിപ്പോവും. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്ന ഒരു വിധമായിരിക്കും. പക്ഷേ എല്ലാവരെയും കുറിച്ചല്ല കേട്ടോ, ഞാൻ വീണ്ടും പറയുന്നു, ഒത്തിരി നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. അവരോട് തന്നെ നമ്മൾ എന്താ പറയുക, അവരുണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമോ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാൻ, അല്ലേ? നഴ്സസിന് ഒരു സമാധാനം, ഇന്ന് ഡോക്ടറാണല്ലോ, ഇന്ന് നമുക്ക് സ്മൂത്തായിട്ട് പോവും. അല്ലെങ്കിൽ മറ്റേ ഷൗട്ട് ചെയ്യുന്ന ഡോക്ടർ വരും, എൻ്റെ ദൈവമേ ഇന്ന് ഈ ഡോക്ടറാണല്ലോ വരുന്നത്, എനിക്ക് ഒരു സ്വസ്ഥതയും കാണത്തില്ല, അങ്ങനെ പേടിച്ചായിരിക്കും അവർ ഡ്യൂട്ടിക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കോൺവെർസേഷൻ വരാതിരിക്കാൻ നമുക്ക് നോക്കാം, അല്ലേ? രണ്ടാൾക്കാരും പ്രൊഫഷണൽസാണ്. ഡോക്ടേഴ്സിന് ഡോക്ടേഴ്സിൻ്റേതായിട്ടുള്ള ടെൻഷനുണ്ട്, നഴ്സസിൻ്റേതായ വർക്ക് ലോഡുണ്ട്. അപ്പോൾ പേരും ചേർന്ന് നിന്ന് ജോലി ചെയ്താലായിരിക്കും അതിൻ്റെ ഒരു എന്താ പറയുക, സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുക. ഡോക്ടേഴ്സിനറിയാം, നിങ്ങൾ പേഷ്യൻറ്റിനെ കാണുന്നു, ഡയഗ്നോസ് ചെയ്യുന്നു, അവർക്ക് ട്രീറ്റ്മെൻറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. പക്ഷേ ഫൈനലി 24/7 പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന എപ്പോഴും നഴ്സസ് ആയിരിക്കും. അപ്പം നഴ്സസിന് അവരിൽ വരുന്ന മിനിമൽ സൈൻസ് ആൻഡ് സിംറ്റംസ് അല്ലെങ്കിൽ മിനിമൽ ചേഞ്ചസ് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്ത് നിങ്ങളെ ഇൻഫോം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻഫോം ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് സന്തോഷമാവും ഇൻഫോം ചെയ്യാൻ. അപ്പോൾ ചിലർ വിളിക്കുമ്പോഴേക്കും സിസ്റ്റർ വൈ യു ആർ കോളിങ് മീ അൺനെസസറി എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ പിന്നെ നഴ്സസിന് വിളിക്കാൻ തോന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കോൺവെർസേഷൻസൊക്കെ പരമാവധി അവോയ്ഡ് ചെയ്യുക. നഴ്സസ് വാട്ട് ഹാപ്പൻ ടെൽ മീ എന്നൊരു റിപ്ലൈ ആണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്നതെങ്കിൽ എപ്പോഴും നഴ്സസിന് ഒരു സന്തോഷമായിരിക്കും, ഒരു പേടി വരില്ല. അപ്പോൾ പേഷ്യൻസിൻ്റെ ഒരു മൈന്യൂട്ട് ചേഞ്ചസ് പോലും ഇൻഫോം ചെയ്ത് പേഷ്യൻസിനെ കറക്റ്റ് സമയത്ത് ഫോളോ അപ്പ് ചെയ്ത് അവർക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് നമുക്ക് കെയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതേസമയം ഞാൻ പറഞ്ഞ രീതിയിൽ അപ്പുറത്തുനിന്നൊരു പ്രോപ്പർലി ഒരു എന്താ പറയുക അപ്രോച്ച് അല്ലെങ്കിൽ നഴ്സസിന് എപ്പോഴും ഒരു പേടി, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒന്നും ശരിയാവില്ല. അപ്പം നമ്മൾ നല്ലൊരു ബോണ്ടിങ്ങിൽ പോയി സക്സസ്ഫുള്ളായി പേഷ്യൻറ്റിനെ കെയർ കൊടുക്കുകയാണെങ്കിൽ അതെപ്പോഴും നല്ലതായിരിക്കും. വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ചില സമയം വളരെ വളരെ ചുരുക്കമായിട്ട് ചിലപ്പോൾ ഡോക്ടേഴ്സ് ഓർഡർ എഴുതുമ്പോൾ അല്ലെങ്കിൽ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഒക്കെ മൈന്യൂട്ട് എറേഴ്സ് വരാം. അപ്പോൾ മൈന്യൂട്ട് എറേഴ്സ് വരുമ്പോൾ നഴ്സസ് എന്ത് ചെയ്യും? ഡോക്ടേഴ്സിനോടുള്ള ആത്മാർത്ഥത കാരണം അവർ ചിലപ്പോൾ നിങ്ങളെ വിളിച്ച് പറയും, ഡോക്ടർ ഇങ്ങനെയാണ് കേട്ടോ. അപ്പം അവിടെ അപ്പുറത്ത് ഈഗോ അടിച്ച് നിൽക്കുന്ന ആളാണെങ്കിൽ പറയും, സിസ്റ്റർ ഐ നോ വാട്ട് ഐ റോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഡോക്ടറിനെ കറക്റ്റ് ചെയ്യാൻ തോന്നത്തില്ല. അതേസമയം സിസ്റ്റർ ഐ വിൽ കറക്റ്റ് ഇറ്റ് എന്ന റിപ്ലൈ എങ്കിൽ നമുക്ക് എപ്പോഴും അവരെ അപ്രോച്ചബിൾ ആയിരിക്കും, അല്ലേ? അപ്രോച്ചബിൾ ആണെങ്കിൽ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യാം. ഒരു ടീം വർക്കാണല്ലോ എപ്പോഴും. പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുമ്പം നമ്മളുടെ ടീം വർക്കാണ് പേഷ്യൻസിനെ സക്സസ്ഫുള്ളായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ പേഷ്യൻസാണ് നമ്മളുടെ ബെസ്റ്റ്, അല്ലേ? പേഷ്യൻസാണ് നമ്മുടെ കസ്റ്റമേഴ്സാണ് എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പം കസ്റ്റമർ ഹാപ്പിനെസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്, ദെയർ സാറ്റിസ്ഫാക്ഷൻ ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അവർക്ക് സാറ്റിസ്ഫൈഡ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും എന്താ പറയുക, ഒരു ടീം വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത് രണ്ട് ഭാഗത്തുനിന്ന് മനസ്സിലാക്കി ചെയ്താൽ ഒത്തിരി നന്നായിരിക്കും. ഞാൻ എല്ലാ ഡോക്ടേഴ്സിനെയും അല്ല കേട്ടോ പറയുന്നത്, അതുപോലെ തന്നെ നഴ്സസും. ചില നഴ്സ് പെട്ടെന്ന് എന്താ പറയുക, ഡോക്ടേഴ്സ് എന്തെങ്കിലും ചോദിച്ചാലൊക്കെ പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ അത് നമ്മളും അവോയ്ഡ് ചെയ്യണം. നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അവരെ റെസ്പെക്റ്റ് ചെയ്യണം. ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണല്ലോ. അപ്പോൾ രണ്ട് ഭാഗത്തുനിന്ന് ഒരു റെസ്പെക്റ്റ്ഫുൾ അപ്രോച്ച് ആണെങ്കിൽ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ടീം വർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. താങ്ക് യു.